പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കാനും ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനും അവസരം ലഭിച്ച് തോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് എത്ര സന്തോഷപ്രദമായ കാര്യമാണ്. നമ്മൾ സുവിശേഷത്തിലൂടെ മറ്റുള്ളവരിലേക്ക് കർത്താവിനെ പകരുകയാണ്. സുവിശേഷം എന്നുള്ളത് തന്നെ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനെ പകരുകയാണ്. എത്ര വലിയ കാര്യമാണ്. കർത്താവില്ലാത്തവർക്ക് കർത്താവിന് ലഭിക്കുന്ന ഒരു മാധ്യമമാണ് ദൈവവചനം പങ്കുവയ്ക്കുക. അത് പങ്കുവയ്ക്കുന്നതിനേക്കാൾ സന്തോഷം ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം, ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നില്ല. മാത്രമല്ല, ഭക്തന്മാരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് മരണവും മരണാനന്തര ജീവിതവും എന്നുള്ള കാര്യമാണ്. പൊതുവെ യാതൊരു മത ഇടങ്ങളിലോ അല്ല പള്ളികളിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലോ മറ്റുള്ള മസ്ജിദുകളിൽ ഗുരുദ്വാരകളിലൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ടെങ്കിലും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊന്നും പറയാറില്ല. ഈവൻ മറ്റുള്ള കോളേജ്, യൂണിവേഴ്സിറ്റികൾ, റിസർച്ച് സെൻ്ററുകൾ അങ്ങനെ എവിടെയെങ്കിലും നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ലഭിക്കില്ല. എന്നാൽ ദൈവവചനത്തിലൂടെ നമുക്കതിൻ്റെ കൃത്യമായ അറിവ് നമുക്ക് ദൈവം പകർന്നു തരുന്നുണ്ട്. കാരണം ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ദൈവം യഥാർത്ഥ സത്യദൈവമാണ്. അവിടുന്ന് മാത്രം ഏക സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന് 1 യോഹന്നാൻ 5:20 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിന് മാത്രമേ ഈ കാര്യങ്ങളെ വ്യക്തതയോടുകൂടി വെളിപ്പെടുത്താൻ കഴിയൂ. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോഴൊക്കെ മരണാനന്തരം എന്താണെന്ന് ആർക്കറിയാം, എന്തറിയാം? കാരണം അതിപ്പം മരിച്ചു കഴിഞ്ഞിട്ട് അല്ലേ അറിയാൻ പറ്റുള്ളൂ, അല്ലെ അങ്ങനെ വല്ല എഴുതിയിട്ട് വരണ്ടേ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം പോലും പലർക്കും അറിഞ്ഞുകൂടാ. അല്ല, അറിയാമെങ്കിൽ തന്നെ ഈ യാഥാർത്ഥ്യം പറയുവാൻ ശക്തനായവൻ അവിടുന്നാണെന്ന് ഉള്ള ആ ബോധ്യം പലർക്കും ഇല്ല. അത് നമ്മുടെ കർത്തവ്യമാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെയും കർത്തവ്യമാണ് ഈ യാഥാർത്ഥ്യം നമ്മൾ പറയുക എന്നുള്ളത്. കാരണം കർത്താവായ യേശുക്രിസ്തു ഒരുവൻ മാത്രമേ മരണത്തെ ജയിച്ചിട്ടുള്ളൂ. അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ താൻ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അവരുടെ മുമ്പിൽ ഒരു മലയിൽ നിന്നും താൻ സ്വർഗത്തിലേക്ക് കടന്നുപോയി. അപ്പോൾ താൻ പറഞ്ഞതുപോലെ താൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയല്ല, താൻ അവരിൽ നിന്നും ഇങ്ങനെ ഉയർന്നുയർന്നങ്ങ് പോവുകയില്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് താൻ വീണ്ടും വരും. ആ വരവ് എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു മലയിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ദൈവവചനത്തിൽ വ്യക്തമായിട്ടും, അതിന് കൃത്യ ദിവസമോ സമയമോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റേതായിരിക്കുന്ന അടയാളങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കർത്താവിൻ്റെ വരവിന് 2 ആമുഖങ്ങളുണ്ട്. ഒന്ന് രഹസ്യവരവും 2 പരസ്യവരവുമാണ്. അതൊക്കെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീണ്ടും പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ ചിന്തിച്ച് തുടങ്ങിയ കാര്യം മരണം എന്നുള്ള ആ ശബ്ദം നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ശബ്ദത്തിൻ്റെ അർത്ഥം വേർപെടുക, അകൽച്ച, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയാണ് മരണം. അങ്ങനെയാണെങ്കിൽ ജീവൻ എന്തുവാ? ജീവൻ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ദൈവവുമായുള്ള കൂട്ടായ്മ. ജീവൻ എപ്പോഴും ദൈവികമായ കൂട്ടായ്മയാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറഞ്ഞാലോ, നിത്യമായ ദൈവവുമായുള്ള കൂട്ടായ്മ. നിത്യമായ ദൈവവുമായുള്ള കൂട്ടായ്മ. അപ്പോൾ അതാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രക്ഷിക്കപ്പെട്ടവർക്ക് തന്നെ 1 കൊരിന്ത്യർ 1:9 വായിക്കുന്നുണ്ട്, പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അവിടുത്തെ കൂട്ടായ്മ നമുക്ക് ലഭിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ എത്ര വലിയ കാര്യമാണ്. അത് ജീവൻ പ്രാപിച്ചവർക്ക് മാത്രം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ കൂട്ടായ്മയുടെ മഹാത്മ്യം. എന്നാൽ നമ്മൾ പൊതുവെ ലോകത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരായിരിക്കുന്ന അനേകരുടെയും ചിന്താഗതികളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാനും
നമ്മൾ ഇടപെടുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, നമുക്കറിയാം, നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവർ പറയുന്നത് എന്തുവാ? മരിച്ചാലെല്ലാം കഴിഞ്ഞു, മരണത്തോടെ എല്ലാം തീർന്നു, മരണത്തിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ ഒളിച്ചോടാൻ ശ്രമിക്കുക. കാരണം മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും കഴിയണ്ടേ? അതവർക്ക് കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് മരണം കൊണ്ടെല്ലാം തീർന്നെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നിരീശ്വരവാദികൾ എന്നുള്ളത്. ഒരിക്കൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മരണാനന്തര ജീവിതമുണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഹിമാചലിൽ വെച്ച് ഒരു പ്രൊഫസറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇല്ല, മരണാനന്തര ജീവിതമില്ല, നിങ്ങളിത് പറയുന്നത് വെറും മണ്ടത്തരമാണ്, ദൈവമേ ഇല്ല. ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള കാര്യവും ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ആ വാക്യം എടുത്ത് തന്നെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചപ്പോൾ തനിക്കത് വളരെ ഒരു ഞെട്ടലുണ്ടാക്കി. കാരണം ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാണ്. നമ്മൾ നോക്കണം. അപ്പോൾ ദൈവമില്ലെന്ന് മൂഢൻ, അപ്പം അദ്ദേഹം പ്രൊഫസറാ. എന്നാൽ ഞാൻ പറഞ്ഞു, വലിയവനായ ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ വെറൊരു മൂഢനാ എന്ന് തിരുവെടുത്ത് തന്നെ പറയുന്നു. പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹവും ഒരു ബൈബിള് മേടിക്കുവാനും വായിക്കുവാനും തുടങ്ങി. എന്നാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനേക ബുദ്ധിരാക്ഷസന്മാർ വളരെ അറിവുണ്ടെന്ന്, ലോകപരമായിരിക്കുന്ന അറിവ്, ലോകത്തിന്റെ ജ്ഞാനം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ആ ജ്ഞാനം അന്വേഷിച്ചിട്ടാണ് അനേകരും വിശ്വാസത്തിന് വീണു പോയിരിക്കുന്നതെന്ന് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാനെല്ലാം കൂടുതൽ വിശദമായി പറയാൻ പോകുന്നില്ല. എങ്കിലും ഒരു ചിന്താഗതി മരണത്തോടെ എല്ലാം തീർന്നെന്നാണ്. മറ്റൊരു ചിന്താഗതി ഉള്ളത്, മരണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഭദ്രമായി സൂക്ഷിക്കുകയാണെങ്കിൽ ആത്മാവും ഭദ്രമായിരിക്കും എന്ന ഒരു ചിന്താഗതിയുണ്ട്. നമ്മൾ മരണാനന്തരം, അതുകൊണ്ടാണ് മമ്മികൾ, നമുക്കറിയാമല്ലോ, മിസ്രൈമിലൊക്കെ അവരുടെ വലിയൊരിത്, അവര് അത് അഴുക്കാകാതെ ആ ശരീരം ദ്രവിച്ചു പോകാതിരിക്കാനായിട്ട് അത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ടുള്ള പ്രബന്ധം ചെയ്യും. അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഈ ശരീരം നശിക്കുന്നില്ല എങ്കിൽ ആത്മാവിനും നാശമുണ്ടാകുകയില്ല എന്നൊരു ചിന്താഗതി അവരെ ഭരിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ അതിലൂടെയൊന്നും അതൊരു യാഥാർത്ഥ്യമല്ല, അവരുടെ ഒരു ചിന്താഗതിയാണ്. മൂന്നാമത്തെ ഒരു ചിന്താഗതി ഉള്ളത്, പിന്നെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജീവിയിലേക്കോ അവന്റെ ആത്മാവ് പോയി പ്രവേശിക്കുന്നു എന്നുള്ള പഠിപ്പിക്കില്ല. ഇതും നമുക്കറിയാം. ഹൈന്ദവ ആചാരങ്ങളിലൊക്കെ അനേകര് എന്നോട് തന്നെ ഒരുപാട് പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഒരുപാട് അവരുടെ ഗ്രാമത്തിലൊക്കെ നടന്നിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ട്, മറ്റുള്ളവരിലേക്ക് പോയി ആവസിക്കുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അതേ ശബ്ദത്തിൽ അവരുടേതായ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം മറ്റൊരു വ്യക്തി പറയുകയാണ്. അതിന്റെ അർത്ഥം അവർ വിചാരിക്കുന്ന മുഴുവനും ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് അവരിലേക്ക് പോയി അവരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എന്നാൽ അതിന്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് ദൈവജനത്തിന് അറിയാം. അതെല്ലാം പിശാചിന്റെ ഓരോ തന്ത്രങ്ങളാണ്. അപ്പോൾ മറ്റൊരു നാലാമതൊരു ചിന്താഗതി ഉള്ളതെന്ന് വെച്ചാൽ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ജന്മം എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പുനർജന്മ സിദ്ധാന്തം, മറ്റുള്ള ജീവികളായിട്ട് അവർ ജന്മമെടുക്കുന്നു എന്നുള്ള ഒരു പഠിപ്പിക്കൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ജാതികളുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ അഞ്ചാമത്തെ ഒരു കാര്യം, ക്രിസ്തീയ സമുദായത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ മതത്തിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ അവര് നേരെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും. ബസ്കുൽഖാന ശുദ്ധീകരണ സ്ഥലം എന്ന് അവരെ വിളിക്കുന്നത്. അപ്പം ഈ ബസ്കുൽഖാനയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ശുദ്ധി ചെയ്തപ്പെട്ട് അവര് പിന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്നൊരു പഠിപ്പിക്കല് റോമൻ കാത്തലിക്കാരൊക്കെ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാതിരിക്കാം. ഇത് ആരംഭിച്ചത് AD 1430 ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. എങ്കിലും ഇത് ആരംഭിച്ചത്, അവരുടെ മതത്തിൽ ആരംഭിച്ചത് 1430. അപ്പോൾ അതിനു മുമ്പ് അങ്ങനെയൊരു ചിന്താഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം,
അനേക അനാചാരങ്ങൾ ഈ വിഷയത്തിൽ ക്രിസ്തീയ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും നാമധേയ കൂട്ടങ്ങളിൽ. എന്നാൽ യഥാർത്ഥത്തിൽ മരണാനന്തരം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. നമ്മുടെ കർത്താവ്, കാരണം ദൈവം എല്ലാം അറിയുന്നു. നമുക്കറിയാം, ഈവൻ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ പഠിപ്പിക്കലുകൾ നമുക്ക് കർത്താവ് തന്നെ. കാരണം താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, താൻ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതുപോലെ നരകം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായി വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായ ഒരു കാര്യം, ഒരു സംഭവം നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാനത് പെട്ടെന്നൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യം. ധനവാനൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പേരുള്ളൊരു ദരിദ്രൻ വെള്ളം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന് ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്നും അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്ന് ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്നും ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട് അബ്രഹാം ഈ ധനവാനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് അനേക കാര്യങ്ങൾ വളരെ വ്യക്തമായും കർത്താവ് പറഞ്ഞിരിക്കുക. 2 വ്യക്തികൾ, ഇത് ഒരു കഥയല്ല, യഥാർത്ഥമായും നടന്നൊരു സംഭവമാണ്. അതിനെ കഥയായി ചിന്തിക്കുന്നവരുണ്ട്, എന്നാൽ അതല്ല, ഇതൊരു കാര്യമാണ്, അതൊരു നടന്ന സംഭവമാണ്. അവിടെ പ്രത്യേകിച്ചും ദരിദ്രനായ ലാസറിന്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കണം, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ഈ മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ഒരിക്കലും മരണാനന്തര ഒരു ജീവിതമുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി തനിക്കുണ്ടായിരുന്നില്ല. താൻ ധനവാനായിരുന്നു. നമുക്ക് ഈ ധനം എപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ പ്രത്യേകിച്ചും ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് തന്നെ അവർ കാണുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ധനം തരാം. എന്നാൽ നമ്മൾ ധനത്തെ സ്നേഹിക്കാൻ പാടില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനു മൂലമല്ലോ എന്ന് പൗലോസ്ലീഹ 1 തിമോത്തി 6:10 വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ദിവ്യാഗ്രഹികളായി മാറുന്നുവെങ്കിൽ അതൊരു വിഗ്രഹാരാധനയെ മാറും. കാരണം മത്തായി 6:24 കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരെ നമുക്ക് സേവിക്കാൻ പറ്റിയല്ല. ഒരുത്തിനെ പഴിക്കും, ഒരുത്തിനെ സ്നേഹിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും, മാമോൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ധനമാണ്, സേവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ധനത്തോടുള്ള പ്രതിപത്തി നമ്മളെ എത്രമാത്രം വിനാശത്തിലേക്ക് കൊണ്ടുപോകാം. ഒരിക്കലും ധനം മോശമല്ല. ഈ ധനം നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാം.
അതിനെ നമ്മൾ അടിമയാകാതെ ധനത്തെ നമ്മുടെ ദാസനായി നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിലൂടെ നമുക്ക് നിത്യത്തിലേക്ക് ഏറിയ പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നാൽ നമുക്കറിയാം, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 20-21 വാക്യത്തിൽ നമുക്കറിയാം, ഒരു ധനവാൻ തനിക്ക് ധാരാളം വിളവൊക്കെ കിട്ടിയപ്പോൾ തന്റെ കളപ്പുരകളെ പുതുക്കി പണിതു. എന്നിട്ട് തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഞാൻ ഒരുപാട് നാളുകളിലേക്ക് വേണ്ടി അത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. ചിലർ പറയാറില്ലേ, ഞാൻ 10 തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇന്ന് ദൈവം അവനെ വിളിക്കുന്നത് മൂഢായെന്നാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാവും? അപ്പോൾ ഈ ധനത്തിൽ ആശ്രയിക്കുകയും ധനത്തിൽ പ്രശംസിക്കുകയും ധനത്തെ എല്ലാമായി കാണുകയും ചെയ്യുന്നത് എത്ര വലിയൊരു വഞ്ചനയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദൃഷ്ടി ധനത്തിന്മേൽ പതിച്ച് അതിനോടുള്ള മോഹത്തിൽ നമ്മൾ പെട്ടുപോയാൽ അതൊരു വിഗ്രഹാരാധനയാണ്, അതൊരു പാപമാണ്, അത് നമ്മുടെ ദൈവത്തിന് അകറ്റിക്കളയും, അത് നമ്മളെ നിത്യാഗ്നിയിൽ കൊണ്ടെത്തിക്കാം. എന്നാൽ ഈ ധനം നമുക്ക് കർത്താവിന്റെ മുഖത്തിനുവേണ്ടി ഉപയോഗിക്കാം. ധനത്തെ നമുക്ക് എപ്പോഴും ഒരു അടിമയാക്കി നമ്മൾ വെറും ധനത്തിന്റെ കാര്യവിചാരകന്മാർ മാത്രമാണ്. നമുക്കൊരു ദിവസം ഇതിന്റെ എല്ലാം കണക്ക് ദൈവത്തിന് കൊടുക്കണം. കാരണം ഇതെല്ലാം നമുക്ക് ദൈവം തന്നതാ. ആ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഈ ധനവാനായ മനുഷ്യൻ ഒരിക്കലും മരണത്തെക്കുറിച്ചും മരണാനന്തര ദൈവത്തെക്കുറിച്ചും ചിന്തിച്ചില്ല. എന്നാൽ അതിന്റെ പടിപ്പൊരിക്കൽ ഒരു ദരിദ്രനായ ലാസർ, ആ ലാസർ വ്രണം പിടിച്ചവനായി ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശരിക്കും വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ വ്രണങ്ങൾ നായ്ക്കൾ നക്കിയിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ നക്കത്തക്ക നിലയിൽ പഴുപ്പ് ഒലിക്കുന്നവനായി ഒരു ദരിദ്രനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവന്റെ പടിപ്പൊരിക്കൽ കിടന്നിരുന്നു. അവൻ തിന്ന് ശേഷിപ്പിക്കുന്നത് പുറത്ത് എച്ചിലായിട്ട് വലിച്ചെറിയുമ്പോൾ ആ എച്ചിൽ കൂമ്പാരത്തിൽ നിന്നും താൻ തിന്ന് വിശപ്പടക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. നമ്മളോട് കണ്ടത് എന്തുവാ? ലാസർ മരിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നോക്കുക, അപ്പോൾ അതിന്റെ അർത്ഥം ഈ ലാസറിനോട് കൂടെ ആരുണ്ടായിരുന്നു? ഈ ദൂതന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം, എബ്രായർ 1:14 വായിക്കുന്നുണ്ട്, ദൂതന്മാർ നമുക്കുള്ള സേവാത്മാക്കണം. ദൈവത്തിന്റെ ഭക്തന്മാരെ സേവിക്കുവാൻ വേണ്ടി ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നവരാ. അതുകൊണ്ട് ഇവിടെ ഇതാ ദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ തുടർന്ന് ഞാൻ വായിക്കുന്നത്, ധനവാനും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പം ലാസറിന് ഒരു ഖബർ അല്ലെങ്കിൽ ഒരു ശവാടൊക്കെ കിട്ടിയതായിട്ട് എഴുതിയിട്ടില്ല. മിക്കവാറും അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന നായ്ക്കൾ തന്നെ ബാക്കിയുള്ള ശുശ്രൂഷ നിർവഹിച്ച് കാണും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. എന്നാൽ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആ ധനവാനും മരിച്ചു. ഇവിടെ വായിക്കുന്നത് ആ ധനവാൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. നോക്കണം, അവൻ അടക്കപ്പെട്ടു, അവന് വലിയൊരു അടക്കം കിട്ടി. എന്നാൽ അവൻ എന്താ സംഭവിച്ചേ? അവൻ പാതാളത്തിലേക്ക് പോയി. നോക്കുക പ്രിയമുള്ളവരെ, പാതാളത്തിലേക്ക് പോയി. അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, നോക്കുക, ധനവാനും മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുക. മരിച്ച അടുത്ത നിമിഷം ഈ ധനവാൻ എവിടെ എത്തി? പാതാളത്തിലെത്തി. ചിന്തിക്കുക പ്രിയമുള്ളവരെ, മരണാനന്തരം 2 സ്ഥലങ്ങളാണ്. ഒന്ന് അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന, അല്ലെ നമുക്കറിയാമല്ലോ, ഈ അബ്രഹാമിന്റെ മടി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതൊരു സുരക്ഷിതത്വത്തിന്റെയും വിശ്രമത്തിന്റെയും സ്ഥലമാണ്. അത് പർദീസയുടെ മറ്റൊരു വ്യാഖ്യാനമാണ്. നമ്മൾ മനസ്സിലാക്കണം, പർദീസയുടെ ഒരു പര്യായമാണ്. അപ്പോൾ ഇവിടെ ലാസർ, നമുക്കറിയാം ലാസർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ ദൈവം സഹായമായവനാണ്. അപ്പൊ ദൈവസഹായം ലഭിച്ച ലാസർ ഈ ദരിദ്രാവസ്ഥയിലും അവൻ പിറുപിറുത്തതായിട്ടോ ഈ ധനവാനെ ഓർത്ത് എന്തെങ്കിലും അസൂയപ്പെട്ടതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ ദൈവസഹായത്തിൽ സംതൃപ്തനായിരുന്നു. പൗലോസ്ലീഹ പറയുന്ന പോലെ, ഞാൻ ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ശീലിച്ചിട്ടുണ്ട്. അതാ ഒരു ദൈവത്തിന്റെ അവസ്ഥ. ഏതവസ്ഥയിലും
ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒക്കെ സംതൃപ്തനായിരിക്കുവാനുള്ള ഒരു അനുഭവം, അതൊരു ദൈവഭക്തന്റെ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ധനവാൻ മരിച്ചപ്പോൾ ഒരു ഭയങ്കരമായ ശവം കിട്ടി. അന്ന് നേതാക്കന്മാരെല്ലാം വന്നു, അന്നുണ്ടായിരുന്ന മൂത്ത റബിയെല്ലാം വന്നു, പുരോഹിതന്മാരും മഹാപുരോഹിതനും ഒക്കെ എത്തിക്കാണും. നമ്മുടെ ശ്രീമാൻ ആ ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല. കാരണം ദൈവത്തെ വിട്ടുകളയുന്നവരുടെ പേര് ദൈവം ഒരിക്കലും ജീവപുസ്തകത്തിൽ എഴുതുന്നില്ല. അതുകൊണ്ട് അവരെ മണ്ണിൽ എഴുതി വയ്ക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ലാസറിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നത് കൊണ്ടാണ് ലാസറിന്റെ പേര് ഇവിടെ വരാനിടയിരുന്നത്. അത് യിരെമ്യാവ് 17:13 വായിക്കുന്നു. ഒരു സംക്ഷിപ്തമായിട്ട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ വിട്ട് ധനത്തെ ദൈവമായി കണ്ടുകൊണ്ട് ലോകത്തെ നേടുവാനായിട്ടുള്ള ഓട്ടത്തിലാണെങ്കിൽ വഞ്ചിക്കപ്പെട്ടു ദൈവമക്കളെ. അവരുടെ പേര് ജീവപുസ്തകത്തിലില്ല. നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും ഈ പൊയ്കയിൽ തള്ളിയിടുമെന്ന്. അത് രണ്ടാമത്തെ മരണമാണ്. അത് എന്നേക്കുമായിട്ടുള്ള വേർപാടാണ്. പിന്നെ ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ ഇവിടെ ലോകക്കാരെല്ലാം ധനവാനെ വളരെ പ്രശംസിച്ച് കാണും. ആ ധനവാനെ കുറിച്ച് പറഞ്ഞതൊന്നും അല്ല യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. അവൻ സ്വർഗത്തിലേക്ക് പോയെന്നൊക്കെ അന്ന് മഹാപുരോഹിതനും പ്രസംഗിച്ച് കാണും. പക്ഷെ പോയത് യാതനാ സ്ഥലത്തേക്കാണ്, വേദന അനുഭവിക്കുക. നോക്കുക പ്രിയമുള്ളവരെ, അവൻ ധനവാനായതുകൊണ്ടല്ല ആ യാതനാ സ്ഥലത്ത് പോയത്. പിന്നെയോ അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാഞ്ഞതുകൊണ്ട്. അവന് ദരിദ്രനോട് ദയ തോന്നേണ്ടതായിരുന്നു, കരുണ തോന്നേണ്ടതായിരുന്നു. കാരണം അവൻ അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ഒരുവനാണെന്ന് ആ വിളിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബ്രഹാം പിതാവേ എന്നാണ് വിളിച്ചത്. അപ്പോൾ ഈ അബ്രഹാമിന്റെ മക്കളായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അവർക്ക് ദൈവം ചില വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യം ആ ധനവാനെ കുറിച്ച് പറയുമ്പോൾ, ആവർത്തന പുസ്തകം അതിന്റെ 15-ാം അധ്യായം, ആവർത്തനം 15-ാം അധ്യായം അതിന്റെ 10-11 വാക്യം ഞാൻ വായിക്കാം. നീ അവന് കൊടുത്തേ മതിയാവൂ, കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും സകല പ്രയത്നത്തിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. കണ്ടോ, ഈ ദരിദ്രനെ ഇവൻ എത്രമാത്രം കരുതേണ്ടതായിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ലേവ്യ പുസ്തകം അതിന്റെ 19-ാം അധ്യായം, ലേവ്യർ 19-ാം അധ്യായം അതിന്റെ 9-10 വാക്യം കൂടെ വായിക്കാം. നിങ്ങളുടെ നിലത്തിലെ വിളവ് നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികെ തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ കാല പെറുക്കുകയുമരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിലെ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അപ്പോൾ തന്റെ ജനമായ ഇസ്രായേലിന് കൃത്യമായ വ്യവസ്ഥകൾ കൊടുത്തിരിക്കുക. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് കഴിയും. നമ്മൾ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 72-ാം അധ്യായം, സങ്കീർത്തനം 72-ന്റെ 12 മുതൽ വായിക്കുമ്പോൾ, അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. കണ്ടോ, ദരിദ്രന്മാരെ കരുതുന്ന ഒരു ദൈവം. അപ്പോ ശലോമോൻ സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിൽ ഞാൻ അത്യാവശ്യമുള്ള ചില വാക്യങ്ങൾ മാത്രം ഓർപ്പിക്കുക. അതിന്റെ 3-ന്റെ 27-ാം വാക്യത്തിൽ, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ഉണ്ടോ? നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത് പാവമാണെന്ന് യാക്കോബ് 4:17 നമ്മൾ വായിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലും ഇങ്ങനെ കൃത്യതയോടുകൂടിയ ക്ലിയർ വ്യവസ്ഥകൾ, ഒരുപാട് വാക്കുകളുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല, സമയത്തിന്റെ പരിധി.
നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ യാതനാ സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന ശേഷം അവൻ പിന്നെ ലൂക്കോസ് 16:24 അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടെ ആർഭാടമായിട്ട് ജീവിച്ചവൻ അടുത്ത ക്ഷണത്തിൽ ഇതാ അവൻ നിലവിളി ആരംഭിക്കുക. ആ നിലവിളി ഇനി നിത്യതയോളം നിലനിൽക്കും. നരകത്തിൽ എന്താ ഉള്ളത്? കരച്ചിലും പല്ലുകടിയും നിലവിളിയാ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ് അത് എങ്ങനെയെങ്കിലും ജീവിച്ച് കളയരുത്. നിത്യജീവന് വേണ്ടി നമ്മൾ ഒരുക്കണം. ഇല്ലെങ്കിലോ? ഇന്ന് മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ പലർക്കും മനസ്സില്ല പോലും. നമ്മുടെ പാവ വഴികളെ വിട പറഞ്ഞ് കർത്താവ് തന്നെ നമ്മുടെ വഴിയായി കർത്താവിനോട് കൂടെയുള്ള കൂട്ടായ്മയിൽ ജീവിക്കുവാൻ കർത്താവ് വിളിക്കുമ്പോൾ അതിനൊന്നും നമുക്ക് എന്തില്ല, നമുക്ക് മനസ്സെടുക്കില്ല. ചിന്തിക്കുക. അപ്പോൾ ഇവിടെ അബ്രഹാം പിതാവ് എന്താ പറഞ്ഞേ? അബ്രഹാം മകനെ, കണ്ടോ, അബ്രഹാമിനെ വിളിച്ചെന്തുവാ? മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പോൾ ലാസറിന്റെ കഷ്ടമല്ലേ എന്നേക്കുമായി മാറി. ഇനി ലാസറിനെ ഒരു കഷ്ടതയും പിൻപറ്റുകയില്ല, തൊടുകയില്ല. നിത്യതയോളം ഭയങ്കരമായ സന്തോഷമാണ്. നോക്കുക. എന്നാൽ ഈ ധനവാനോ, അവൻ വേദന അനുഭവിക്കുക. ആ വേദന ഇനി കുറയത്തില്ല, ഇനി കൂടാൻ പോവുകയാണ്. കാരണം അവന്റെ ന്യായവിധിക്ക് ശേഷം നിത്യാഗ്നിയിലേക്ക് തള്ളിയിടും. ഇപ്പോൾ യാതനാ സ്ഥലത്താണ്. ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഈ പാപത്തിൽ മരിച്ച ധനവാൻ ഇപ്പോൾ ഇന്നും ആ ധനവാൻ ആ യാതനാ സ്ഥലത്ത് കിടക്കുകയാണ്. നിലവിളിയാ. നോക്കണം. അപ്പോൾ ഇവിടെ വേറൊരു അപേക്ഷ. അപ്പോൾ കർത്താവ് പറയുന്നത്, അബ്രഹാം പറയുന്നത്, അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിയില്ല, അവിടെ നിന്നും ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ പാടില്ല എന്ന് പറഞ്ഞു. നോക്കണമേ, നമ്മൾ ചിന്തിക്കണം. മരണാനന്തരം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കുക, ഇന്ന് എത്ര പേര് അല്ലെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പൊ ഈ മരിച്ച ധനവാന് വേണ്ടി അവന്റെ 5 സഹോദരന്മാർ കൂടി എന്തെല്ലാം പ്രാർത്ഥിപ്പിച്ചാലും എന്തെല്ലാം നേർച്ച കാഴ്ചകൾ സഹിച്ചാലും എന്തെങ്കിലും പ്രയോജനം വ്യക്തിക്കുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ. അവൻ ആ യാതനയിൽ തന്നെ കിടക്കും. അവിടുന്ന് ഭയങ്കരമായ തീയിലേക്ക് പോകും. ഇത് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളും ഒരു കാലത്ത് മരിച്ചവർക്ക് വേണ്ടിയൊക്കെ അജ്ഞത കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ദൈവവചനത്തിലൂടെ സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ അതിനോടെല്ലാം എന്നേക്കുമായി വിട പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം, മരണാനന്തര ക്രിയകൾക്ക് മറ്റൊരു വ്യക്തിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുവാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള അബദ്ധ ചിന്തകൾ വെച്ചുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെടരുതേ പ്രിയമുള്ളവരെ. ഇത് കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന യഥാർത്ഥ സത്യമാണ്. അതുകൊണ്ട് ഇതിനെ നിങ്ങളൊരു പോഷ്കായിട്ട് ചിന്തിക്കരുതേ. നിങ്ങളും മരിച്ചുപോയ മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് മഹാപാപമാണ്, അപരാധമാണ്, ദൈവസന്നിധിയിൽ വളരെ തെറ്റാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ തെറ്റുകളിലേക്ക് നിങ്ങൾ പോകരുതെന്നാണ് എനിക്ക് അപേക്ഷയുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അപേക്ഷ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അപ്പൊ ഈ മരണാനന്തരം എന്തുണ്ട്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെയൊക്കെ ചിന്തിക്കാനുണ്ട്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവന്റെ അടുക്കലേക്ക് ലാസറിനെ അയക്കാനാണ് അപേക്ഷിക്കുന്നത്. എന്നാൽ അബ്രഹാം പിതാവിന് പറയാനുള്ളത്, അവിടെ മോശയും പ്രവാചകന്മാരും എഴുതിയ ദൈവവചനമുണ്ട്. ഈ ദൈവവചനത്തെ അംഗീകരിക്കാത്ത ഒരുവന് മരിച്ചവരിൽ നിന്നും ഒരുത്തൻ അവിടെ ചെന്നാലും അവർ വിശ്വസിക്കുകയില്ല. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ സത്യവചനം കിട്ടിയിട്ട് മാത്രമല്ല, മരണത്തെ ജയിച്ച കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും ഈ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എത്രയോ പോഷത്വമായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുവാനായിട്ട് കഴിയണം.
നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ഇവിടെ ഒരുപാട് നമുക്ക് വിഷയങ്ങളൊക്കെ ചിന്തിക്കാനുണ്ടെങ്കിലും ഞാൻ സമയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അതിനോട് ഒരു പരിധിയുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇവിടെ കൃത്യമായിട്ടും ദൈവം മരണാനന്തര ജീവിതമുണ്ടെന്നും അത് 2 സ്ഥലങ്ങളിലേക്കായിട്ട് മാറ്റപ്പെടുന്നെന്നും മരണാനന്തര ക്രിയകൾക്ക് യാതൊരു പ്രയോജനമില്ല എന്നും വളരെ വ്യക്തവും ശക്തവുമായിട്ട് കർത്താവ് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥമായും ഈ ചെറിയൊരാഴ്ച നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീർന്ന് ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ കർത്താവുമായി തീർന്ന് കർത്തൃത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ജയാളിയായി ഇന്ന് മരിച്ചാൽ കർത്താവിനോടുകൂടെ നിത്യതയിൽ നമ്മൾ ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കട്ടെ, തുടർന്ന് നമുക്ക് ക്ലാസ് ഉണ്ട്. നമുക്ക് ഭക്തന്മാരുടെ മരണവും ഭാവിയുടെ മരണവും അതിന്റെ വ്യത്യാസങ്ങളും എല്ലാം നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുകയാണ്. എങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ നല്ല പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെട്ട ആളല്ല. കർത്താവിന്റെ കൃപയാൽ കർത്താവ് എന്നോട് കരുണ തോന്നിയതുകൊണ്ട് ഞാൻ ഈ സത്യം വിശ്വസിക്കുവാനും കർത്താവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനും ഒക്കെ കർത്താവ് എനിക്ക് കൃപ തന്നു. അതുകൊണ്ട് കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ഭാവിയാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരായി തീർന്ന് ഇന്ന് നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകരുതേ. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക, ഞാൻ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണോ? ഞാൻ വേണ്ടി ജനിച്ച ഒരു ദൈവത്തിലാണോ? ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യതയിൽ കർത്താവിനോട് ആയിരിക്കുമെന്നതിനുള്ള ഉറപ്പെനിക്കുണ്ടോ? ഈ ഉറപ്പ് വരുത്തി ജീവിക്കാൻ ഈ വചനങ്ങൾ കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾക്ക് ദൈവത്തിന്റെ വലിയ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.